Hello everyone, welcome back to Blue Thoughts View. This is Febin. ഇന്ന് ഞാൻ പോകുന്നത് സൊറന്റോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടുത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. ഇതാണ് സൊറന്റോ ടൗൺ. ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂൻസ് ക്ലിഫിലേക്ക് ഫെറി ഉള്ളത്. ശരിക്കും എന്ത് മനോഹരമായിരിക്കുന്നത് സൊറന്റോ ടൗൺ. ചെറിയൊരു പ്രദേശമാണിത്. മെൽബണിൽ നിന്ന് 110-115 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 1.5 മണിക്കൂർ അടുത്ത യാത്രയുണ്ട് ഇങ്ങോട്ട്. ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ശകലം പാടാണ്. പക്ഷേ പ്രത്യേകിച്ച് സമ്മർ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ, കാരണം ഇത് നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. മെൽബണിൽ നിന്നുള്ള ഏകദേശം ഒരു 110 കിലോമീറ്റർ മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, ഇത് 4 ഹവേഴ്സിൻ്റെ പാർക്കിംഗ് ആണിത്. അത് ലക്കി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർക്കിംഗ് സ്പോട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഹോൾഡേ പാർക്കിംഗ് അന്വേഷിച്ച് നടക്കേണ്ടതായിട്ടുണ്ട്. ആണ് ചെറിയൊരു മരക്കുറ്റി. പക്ഷേ അതെന്തോ അവർ നല്ല രീതിയിൽ പണിത് വൃത്തിയായി സൂക്ഷിച്ചേക്കുന്നു. ചെറിയൊരു സ്തൂപമുണ്ട് കേട്ടോ. അതിനാണ് പോയി നമുക്ക് നോക്കാം. ഇതെന്തോ എനിക്ക് തോന്നുന്നു വേൾഡ് വാറിൽ പങ്കെടുത്തവരുടെ ഓർമ്മയ്ക്കായിട്ട് വെച്ചേക്കുന്ന ഒരു ചെറിയൊരു സ്തൂപമാണിത്. ഇതുണ്ട് സൊറന്റോ പോർട്ട് സേ ക്യൂൻസ് ക്ലിഫ് പാസഞ്ചർ ഫെറി സർവീസ് 1953 ഓപ്പൺ ആയത്. അതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഫെറിയിലേക്കുള്ള എൻട്രി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫെറി ശകലം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇറ്റ് സേവ്സ് എ ലോട്ട് ഓഫ് ടൈം. ഇതുണ്ട്, ഇവരുടെ കൂടെയാണ് ഞാൻ ഇന്ന് ഡോൾഫിനെ കാണാനായിട്ട് പോകാൻ പ്ലാൻ ചെയ്തത്. നാല് കോളത്തിനകത്തേക്കാണ് തിരിച്ച് കയറ്റുന്നത്. അതിൻ്റെ പ്രൊപ്പലറിൻ്റെ ശക്തിയുണ്ടോ? കളറും ഈ പായലും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് മനോഹരമായിരിക്കും ഈ ഏരിയയെ. ഞങ്ങൾ ബോട്ടിനകത്ത് കയറി കഴിഞ്ഞ് പുള്ളി അത് അണ്ണാങ്കർ ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞു പോകാനായിട്ട്. ഒരു 40 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ബോട്ടാണിത്. $120 ഒരു ഫാമിലിക്ക്, 2 അഡൽസിനും 2 കിഡ്സിനും. അത് കാണുക, 90 മിനിറ്റ്സ് കാണുക എന്ന് പറയുന്നത്. ലൈഫ് ജാക്കറ്റ് ഒക്കെ Ladies and gentlemen, welcome on board. We're delighted to have you join us out here aboard the Bronze Wing. But before we get underway and out into Port Phillip Bay, we need to talk about the important stuff, like onboard safety. So please make sure that you can see your gorgeous crew member standing at the bow or the front of the boat. Easy to spot by the bright orange life jacket. In the unlikely event of an emergency, you'll be required to wear one of these life jackets. ഫാസ്റ്റായിട്ട് പോകുന്നതെന്നുള്ള അറിയാം. സ്പീഡ് ബോട്ടിൻ്റെ എത്ര സ്പീഡുണ്ട്. അത് 40 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്നതാണ്.
ഈ കാണുന്ന വീടിന് ഏകദേശം $35 to $45 million coming up to just beside the boat now. There's the house. You can walk around the boat. You're very welcome. Just be mindful that there is other boat traffic still on the water. There might be a few waves and things, so just make sure you hang on if it's... നമ്മളിപ്പോൾ പോകുന്നത് ഡോൾഫിൻ സാഞ്ചുറിക്കകത്തൂടെയാണ്. ഇഷ്ടംപോലെ ഡോൾഫിനെ കാണാനായിട്ടുള്ളൊരു സ്ഥലമാണിവിടെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വീടുകളൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഇനിയിപ്പം ഫ്രണ്ടിലേക്കുള്ളത് ക്വാറന്റൈൻ സ്റ്റേഷനാണ്. 6 years later, the quarantine station then reached its busiest period with over 125,000 returning World War I soldiers. It's an old jetty where they used to unload livestock back in the old days. And just behind that cattle jetty there's a little cemetery which contains... Anyway, you can wander through the park, go through the paths here, go down to the, go right down to the point. As one of the world's most dangerous stretches of water because unfortunately it has claimed so many shipping disasters since its start. So this area here with all of the lighthouses. ഇതാണ് ബേയിൽ നിന്നും കടലിലേക്കുള്ള ഒരു എൻട്രി ശരിക്കും പറഞ്ഞാൽ. ഇതുവഴിയാണ് കപ്പൽ ഷിപ്പ് യാർഡിലേക്ക് പോകുന്നത്. ഒത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആയിരുന്നാണ് അവർ പറഞ്ഞത്. Useless and sat here idle until the mid-1970s when it was recognised to have such a high value of marine life that it was classified as a marine sanctuary and then for a marine park. So this area has complete protection against any taking. Now as we move around Hopeside, you'll be able to see that there's two big solar panels. Now these ones here, they generate of course electricity to be able to ship. Doesn't matter about the tide because the tide will flow in the opposite direction of where we are, so there's always protection and shelter. On the outside it's around about 10 to 12 metres, so fantastic to learn to scuba dive, whereas on the inside it's about 1.5 metres deep, so it's always safe. So for snorkeling, that is the best place to go. That light colour just indicating that it's the white sand bottom. ഇത് ഈ ബേയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് കോളനിയാണ്. ഇതിൽ ഏകദേശം ഒത്തിരിയധികം ഫിഷുകളും സീൽസും ഗാനറ്റ്സ് എന്ന് പറയുന്ന ഒരുതരം ബേർഡാണ്. ഈ കാണുന്ന ബേർഡും ബ്രീഡ് ചെയ്യുന്നൊരു കോളനിയാണ്. ഇപ്പോൾ നമുക്ക് ഫിഷിംഗ് അലൗഡ് അല്ല ശരിക്കും പറഞ്ഞാൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നീർനായയുടെ കൂടെ നമുക്ക് സ്നോർക്കലിങ്ങും ഡൈവിങ്ങും എല്ലാം ചെയ്യാൻ പറ്റും.
ഇതാണ് ചൈനാമാൻസ് ഹാറ്റ്. ഇവിടെ നീർനായകളുടെ സങ്കേതമാണ് ഇവിടെ. These seals were almost hunted through to extinction, and this small colony that you can ഒരു ഫാമിലിക്ക് $120 90 മിനിറ്റോളം ഈ ബേക്കകത്ത് കിടന്ന് ചുറ്റുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ. made up the entire Australian population. നീർനായകളുടെ ബ്രീഡിംഗ് കേന്ദ്രമാണ് ഇവിടെ. ഏകദേശം 800-നും 900-നും ഇടയ്ക്ക് ഇവിടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. സൂമിൻ ചെയ്ത് കാണിക്കാം. എന്ത് മനോഹരമായിട്ടല്ലേ ദൈവം പ്രകൃതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതിലും നല്ല ട്രാവൽ വീഡിയോയുമായി വരുന്ന ആഴ്ച നിങ്ങളുടെ മുന്നിൽ.